ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അമൃതയാണ്. പ്ലീസ് അങ്കിൾ, എന്നെ ഒന്ന് അഴിച്ചുവിടാൻ അമൃത പറയുമ്പോൾ ജഗന്നാഥൻ ദേഷ്യത്തോട് പറയുകയാണ്, ദേ മിണ്ടാതിരുന്നോണം, ഇല്ലെങ്കിൽ നിന്നെ ഞാനങ്ങ് കൊന്നുകളയും. ആനന്ദ നിലയത്തിലുള്ള ആരെങ്കിലും ഒരാളെ എൻ്റെ കയ്യിൽ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ നീ തന്നെയായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഇനിയേ നീ എൻ്റെ കൂടെ തന്നെ നിന്നോ. നമുക്ക് ഒരുമിച്ച് നിന്ന് നിന്റെ ശത്രു ശ്യാമയെ എന്നേക്കുമായി ഇല്ലാതാക്കാം. പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഇപ്പോ പോലീസ് ആനന്ദ നിലയത്തിലേക്ക് എത്തും നിന്റെ ശത്രു ശ്യാമയെ അറസ്റ്റ് ചെയ്യാൻ. എന്തായാലും നീ കാരണം എനിക്കെല്ലാം ഗുണമായി തന്നെയാ വന്നത്. ഇത് കേൾക്കുന്ന അമൃത തന്റെ കൈ പതിയെ അഴിക്കാൻ ശ്രമിക്കുമ്പോൾ ജഗൻ പറയുകയാണ്, നീയെ കൈ അഴിക്കാനൊന്നും ശ്രമിക്കണ്ട, നിന്റെ കൈ ഒടിയുമെന്നല്ലാതെ അതെന്താണെങ്കിലും അഴിയാൻ പോകുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ജഗൻ ജയേഷിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ആ ശ്യാമയുടെയും അഖിലിന്റെയും കല്യാണം മുടങ്ങി. ഇത് കേൾക്കുന്ന ജയേഷ് സന്തോഷത്തോടെ പറയുകയാണ്, ഗ്രേറ്റ്, അതെങ്ങനെ മുടങ്ങി? അവിടുത്തെ അമൃതയുണ്ടല്ലോ, അവളെ കാണുവാനില്ല. അഖിലും ശ്യാമയുമൊക്കെ അവളെ അന്വേഷിച്ച് നടക്കുകയാണ്. അല്ല, അമൃത എവിടെ പോയെന്ന് ജയേഷ് ചോദിക്കുമ്പോൾ ജഗൻ പറയുകയാണ്, അവളെവിടെയും പോയിട്ടില്ല, എന്റെ കസ്റ്റഡിയിലുണ്ട്. കല്യാണം പൊളിക്കാൻ വേണ്ടിയാ അവൾ വീട് വിട്ടിറങ്ങിയത്. ചെന്ന് ചാടിയത് എന്റെ ആൾക്കാരുടെ മുന്നിലും. ഞാനിപ്പോ വിളിച്ചതേ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. അമൃതയെ കാണാതായതിന്റെ പിന്നിലെ ശ്യാമയാണ്. മനസ്സിലായില്ലെന്ന് ജയേഷ് പറയുമ്പോൾ ജഗൻ പറയുകയാണ്, എന്റെ സാറേ, നമ്മൾ അങ്ങനെ ഒരു ആരോപണം കൊണ്ടുവരാൻ പോവുകയാണ്. പക്ഷേ അതിനാ വീട്ടിൽ നിന്നും പരാതി വരണ്ടേ എന്ന് ജയേഷ് ചോദിക്കുമ്പോൾ ജഗൻ പറയുകയാണ്, അതിനെന്താ, പരാതി ഉടൻ തന്നെ വരും. ഐശ്വര്യ അവിടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ജയേഷിനെ വിളിക്കുകയും ചെയ്യും, പരാതി തരികയും ചെയ്യും. എങ്കിൽ പെട്ടെന്ന് വിളിക്കാൻ പറ. പരാതി കിട്ടിയ ഉടൻ തന്നെ ഞാൻ അവളെ പൊക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവരും. അപ്പോ സാറിനിപ്പോ ഐശ്വര്യയുടെ കോള് വരും. ആദ്യമായിട്ട് കാര്യങ്ങൾ അറിയുന്നത് പോലെ വേണം സംസാരിക്കാൻ. അതൊക്കെ എനിക്കറിയാം, എന്നെ പഠിപ്പിക്കുകയൊന്നും വേണ്ട. അവളോട് എത്രയും പെട്ടെന്ന് വിളിക്കാൻ പറ. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ഐശ്വര്യ ജയേഷിനെ വിളിക്കുന്നു. സാർ, ഇവിടെ നിന്ന് ഒരാളെ കാണുന്നില്ല. ആനന്ദവർമ്മ മരുമകൾ അമൃതയാണ് കാണാത്തത്. ഇന്നിവിടെ ഒരു വിവാഹ ചടങ്ങ് നടക്കാനിരുന്നതാണ്. ആ വിവാഹ ചടങ്ങൊക്കെ മാറ്റിവെക്കേണ്ടി വന്നു. സാറ് എത്രയും പെട്ടെന്ന് അന്വേഷിക്കണം. ഓക്കെ ഓക്കെ, ഞാൻ പെട്ടെന്ന് വരാം. എത്രയും പെട്ടെന്ന് ഒരു റിട്ടേൺ കംപ്ലൈന്റ് എഴുതി ഞങ്ങളുടെ മെയിലിലേക്ക് അയച്ചേക്കാൻ ജയേഷ് പറയുന്നു. അങ്ങനെ ജയേഷ് കോള് കട്ട് ചെയ്യുകയാണ്. തുടർന്ന് ഐശ്വര്യ ചെന്ന് വസുന്ധരയോട് പറയുകയാണ്, അമ്മേ, ഞാൻ പോലീസിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. എന്തിനാ മോളെ നീ അതൊക്കെ ചെയ്തത്? അവരോട് ചോദിച്ചിട്ട് പോരായിരുന്നോ? അമ്മേ, അവരൊക്കെ അന്വേഷിച്ചിട്ട് എന്തായി? ഇതുവരെ ആളെ കിട്ടിയില്ലല്ലോ. സത്യം പറഞ്ഞ ആദ്യം തന്നെ പോലീസിനെ അറിയിക്കേണ്ടതായിരുന്നെന്ന് ഐശ്വര്യ പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, എന്നാലും ആദ്യോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് മതിയായിരുന്നു. ഇത് കേൾക്കുന്ന അപ്പച്ചി പറയുകയാണ്, അത് കൊള്ളാം, നമുക്കെല്ലാം വേണ്ടി ഐശ്വര്യമോള് ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ അവളെന്താ കുറ്റപ്പെടുത്തുകയാണോ? എന്റെ ജാതകം ഇങ്ങനെ ആയിപ്പോയി അപ്പച്ചി. വീട്ടുകാർക്ക് വേണ്ടി എന്തൊക്കെ നല്ലത് ചെയ്താലും കുറ്റപ്പെടുത്തലുകൾ മാത്രം കാണും. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. ജയേഷ് കോൺസ്റ്റബിൾമാരോട് കാര്യം പറയുമ്പോൾ അറസ്റ്റ് വാറന്റ് ഇല്ലാതെ അങ്ങോട്ട് പോകണോ എന്ന് കോൺസ്റ്റബിൾ ചോദിക്കുകയാണ്. നിങ്ങളെ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാ മതി. തുടർന്ന് ജഗൻ ജയേഷിനെ വിളിക്കുമ്പോൾ ജയേഷ് പറയുകയാണ്, ഞാനേ ആനന്ദ നിലയത്തിലേക്ക് പോകാൻ പോവുമായിരുന്നു. എന്താണെങ്കിലും അവളെ അറസ്റ്റ് ചെയ്തിട്ട് എന്നെ വിളിക്കണമെന്ന് ജഗൻ പറയുന്നു. അതൊക്കെ ഏറ്റു. അവളുടെ ഭർത്താവിന്റെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ അവൾക്കിട്ട് ഒരെണ്ണം കൊടുക്കും. എന്നിട്ട് അവളെ ഞാൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. വീട്ടിൽ ചിലപ്പോൾ വർമ്മയുടെ വക്കീലൊക്കെ കാണുമെന്ന് ജഗൻ പറയുമ്പോൾ അവരൊക്കെ ഇന്ന് ഈ ജയേഷ് ആരാണെന്ന് മനസ്സിലാക്കുമെന്ന് ജയേഷ് പറയുന്നു. അല്ല, അവളെ വിലങ്ങ് വെച്ച് കൊണ്ടുവരാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് ജഗൻ ചോദിക്കുമ്പോൾ വകുപ്പില്ലെങ്കിലും ഞാൻ അതൊക്കെ ഉണ്ടാക്കിയെടുത്തോളാമെന്ന് ജയേഷ് പറയുന്നു. പിന്നെ അമൃതയുടെ കാര്യത്തിലെ പൂർണ്ണ ശ്രദ്ധ വേണം. അവൾ അവിടെ നിന്നും ഇറങ്ങാനേ പാടില്ല. അതൊന്നും നടക്കില്ല, അവിടെ നല്ല ടൈറ്റ് സെക്യൂരിറ്റി തന്നെയാണെന്ന് ജഗൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അശ്വതിയാണ്. ഒരുപക്ഷെ ആനന്ദ നിലയത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ കാരണം ഞാനായിരിക്കുമോ എന്ന് അശ്വതി ആലോചിക്കുന്നു. അതേസമയം അശ്വതിയുടെ അമ്മ അങ്ങോട്ടേക്ക് വരുമ്പോൾ അശ്വതി പറയുകയാണ്, എനിക്കൊരു സംശയം, ഇനി ഒരുപക്ഷെ ജഗന്നാഥനായിരിക്കുമോ ഇതിന്റെയൊക്കെ പിന്നില്? എന്റെ മോളെ, നീ വേണ്ടാത്ത വയ്യാവലിയൊന്നും എടുത്ത് തലയിൽ വെക്കണ്ട, അവസാനം അത് വലിയ പ്രശ്നമാകുമെന്ന് അശ്വതിയുടെ അമ്മ പറയുമ്പോൾ അശ്വതി പറയുകയാണ്, ഞാൻ എന്താണെങ്കിലും ഈ കാര്യം ഒന്ന് വിളിച്ച് അറിയിക്കട്ടെ എന്ന് പറഞ്ഞ അശ്വതി ആദിയെ വിളിച്ച് ജഗന്നാഥന് സംശയമുള്ള കാര്യം പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആദി ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. നമുക്ക് 3 പേർക്കും കൂടി ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് ആദി പറയുന്നു. ഞാൻ അരുണിനെയും കൂടി വിളിക്കാം. പിന്നീട് കാണിക്കുന്നത് അമൃതയാണ്. അമൃത ജഗനോട് പറയുകയാണ്, ജഗനങ്ങളെ, എന്നെ ഇവിടെ നിന്ന് തുറന്നു വിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും അനുഭവിക്കും. എടി മണ്ടി, നീ എന്താ വിചാരിക്കുന്നത്? ആനന്ദ നിലയംകാർ വന്ന് നിന്നെ രക്ഷിക്കുമെന്നോ? അത്രയും പറഞ്ഞുകൊണ്ട് അമൃതയുടെ മുടിക്കുത്തിൽ പിടിച്ച് ജഗൻ പറയുകയാണ്, നിന്റെ ജീവിതമേ ഇവിടെ അവസാനിക്കാൻ പോകുന്നത്. ആ എസ് ഐ ജയേഷെ ശ്യാമയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇങ്ങോട്ടേക്കായിരിക്കും കൊണ്ടുവരിക. അതിനുശേഷം ഞങ്ങൾ നിന്നെ അങ്ങ് കൊല്ലും. എന്നിട്ട് ആ കത്തിയെടുത്ത് ശ്യാമയുടെ കയ്യിലും കൊടുക്കും. അതോടെ എല്ലാം ശുഭം. അത്രയും പറഞ്ഞ് ജഗൻ അമൃതയുടെ മുഖമടക്കി ഒന്ന് കൊടുത്തിട്ട് പറയുകയാണ്, ഷോ കാണിക്കാനൊന്നും നിൽക്കണ്ട. ഒരു പെണ്ണിന്റെ കല്യാണം മുടക്കാൻ നോക്കിയതല്ലേ, അതിന്റെ ശിക്ഷയാണിതെന്ന് അങ്ങ് കരുതിയാ മതി.
അത്രയും പറഞ്ഞ് ജഗൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ശ്യാമ ആനന്ദ നിലയത്തിലേക്ക് വരുന്നു. എന്തായി മോളെ, അവരെവിടെയെന്ന് വസുന്ധര ചോദിക്കുമ്പോൾ അമൃതേട്ടത്തിയെ ഇതുവരെ കണ്ടില്ലമ്മേ എന്ന് ശ്യാമ പറയുന്നു. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ചിലരൊക്കെ ഈ വീട്ടിലുള്ളതേ ദോഷമാ. ഞാൻ എന്താണെങ്കിലും പോലീസിൽ അറിയിച്ചത് നന്നായെന്ന് ഐശ്വര്യ പറയുമ്പോൾ അത് നല്ല കാര്യം തന്നെയാണെന്ന് ശ്യാമയും പറയുന്നു. അതേസമയം ജയേഷ് അങ്ങോട്ടേക്ക് വരികയാണ്. വസുന്ധര ജയേഷിനെ തിരിച്ചറിയുന്നു. എന്താണെങ്കിലും ആന്റി എന്നെ മറന്നില്ലല്ലോ. സന്തോഷമുണ്ടെന്ന് ജയേഷ് പറയുന്നു. നമ്മുടെ ആദിയുടെ ഭാര്യ അമൃതയാണ് കാണാത്തത്. ജയേഷ് എല്ലായിടത്തും ഒന്ന് വിളിച്ചു പറഞ്ഞ് അന്വേഷിക്കണം. അമൃതയെടുത്തിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് ശ്യാമ പറയുമ്പോൾ ജയേഷ് ചോദിക്കുകയാണ്, ഇവിടെന്താ കല്യാണമോ മറ്റോ ആയിരുന്നു? അഖിലിന്റെയും ഈ മോളുടെയും വിവാഹ ചടങ്ങ് നടക്കാനിരുന്നതാ. തുടർന്ന് ജയേഷ് ചോദിക്കുകയാണ്, ഇതിന്റെ പിന്നിൽ ആരെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ? അങ്ങനെയൊന്നുമില്ലെന്ന് വസുന്ധര പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. തുടർന്ന് ഐശ്വര്യ കത്തെടുത്തോണ്ട് വരുമ്പോ വസുന്ധര പറയുകയാണ്, അമൃത എന്തൊക്കെയോ എഴുതി വെച്ചെന്നേ ഉള്ളൂ, ആ കത്ത് അത്ര കാര്യമായിട്ട് എടുക്കണ്ട, അതൊക്കെ വേണോ വേണ്ടയോ എന്ന് പോലീസ് തീരുമാനിച്ചോളുമെന്ന് പറഞ്ഞ് ജയേഷ് ആ കത്ത് വാങ്ങുകയാണ്. അങ്ങനെ ആ കത്ത് വായിച്ചിട്ട് ജയേഷ് പറയുകയാണ്, ഇത്രയും കാര്യമായിട്ട് എഴുതി വെച്ചിട്ടാണോ ഒന്നുമില്ലെന്ന് പറഞ്ഞത്? അല്ല, ആരാ ശ്യാമയെന്ന് ജയേഷ് ചോദിക്കുമ്പോ ഞാനാണെന്ന് ശ്യാമ പറയുന്നു. അമൃതയെ നീ കൊന്നോ അതോ അപായപ്പെടുത്തി എവിടെയെങ്കിലും അടച്ചിട്ടിരിക്കുകയാണോ? അയ്യോ മോനെ, അങ്ങനെയൊന്നും പറയല്ലേ എന്ന് വസുന്ധര പറയുമ്പോ ജയേഷ് ദേഷ്യത്തോടെ പറയുകയാണ്, ദേ മിണ്ടാതെ നിന്നോണം, പ്രതിയെ രക്ഷപ്പെടുത്താൻ നോക്കിയാലേ നിങ്ങളും അകത്താണ് എന്ന് ജയേഷ് ശ്യാമയോട് പറയുകയാണ്. മര്യാദയ്ക്ക് അമൃത എവിടെയാണെന്ന് പറഞ്ഞോ, ഇല്ലെങ്കിൽ നിന്റെ എല്ലുകൾ ഓരോന്നായി ഞാൻ ചവിട്ടിയെടുക്കും. ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ്, ദേ ജയേഷേ, മോളെ അനാവശ്യമായിട്ട് ഭീഷണിപ്പെടുത്താൻ നിൽക്കണ്ട. ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, സാർ സത്യമായിട്ടും അമൃതയെടുത്തി എവിടെയാണെന്ന് എനിക്കറിയില്ല. അമൃതയെടുത്തി രാവിലെ ഏതോ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് രണ്ടാൾക്കാരുമായിട്ട് എങ്ങോട്ടേക്കോ പോയി. അപ്പൊ നീ എല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? എന്നിട്ട് ഗുണ്ടകളെയും ഏർപ്പെടുത്തിയല്ലേ? അയ്യോ സാർ, അങ്ങനെയൊന്നും പറയല്ലേ എന്ന് ശ്യാമ പറയുമ്പോൾ അങ്ങനെയല്ല പറയാൻ പോകുന്നത്. നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് പെരുമാറുമ്പോഴേ നീ സത്യങ്ങൾ ഓരോന്നായി പറഞ്ഞോളുമെന്ന് ജയേഷ് പറയുന്നു. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വസുന്ധരയും ശ്യാമയും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.